ഹലോ ഗേൾസ്, ഇത് എൻ്റെ വീട്ടിലെ ചെടികളാണ്. ഇത് മരമുന്തിരി, കുറേ എണ്ണം എടുക്കുന്നു. പേരൊന്നും അറിയൂല, വേണ്ടതാണ്. ഇതാ കണ്ട, ഇവിടെ ഞങ്ങളെ മുറ്റത്ത് നല്ല ഇതെന്തോ സ്വീറ്റ് ലൂബിയാണ്. ഇതെന്താ പേരെന്നാ എനിക്ക് അറിയാത്തോണ്ടല്ലേ ഗസ് ചെയ്യാൻ പറഞ്ഞത്. ഇതാണ് നെല്ലിക്ക. നെല്ലിക്ക കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടൂല. അപ്പൊ ഇതോ, ഇതിനെന്താ പറയാ? അമ്പഴോ. പിന്നെ ഇഞ്ചി താഴത്തത്. ഇതെന്താണ്? ഈ മരത്തിന് എന്താ പറയാ? ഇതിമെന്നുണ്ടാവണ ഫ്രൂട്ട് എന്താ ഉണ്ടാവല്? എടാ, മരത്തിൽ ഇതില് ഫ്രൂട്ട് എന്താ ഉണ്ടാവല്? അറിയില്ല. നീ കഴിച്ചിട്ടില്ല? പേരൊക്കെ കഴിച്ചിട്ടില്ല? പിന്നെ ഇത് പിന്നെന്താണ്? ഇത് ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല. അത് ഫ്രൂട്ടല്ല, ഇതൊരു ചെറിയ മുല്ലാണെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പൂട്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മള് കുറ്റിക്കുരുമുളക്, അതിൽ തന്നെ ഒരു ഓമക്കായന്റെ തൈ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് കായ്ച്ചിട്ടില്ല. ഒരു 1.5 വർഷം പഴക്കമുള്ള മണ്ണ് നിരത്തിക്കണ. ഇത് റംബുട്ടാൻ്റെ ഒരു മരമാണ് വീട്ടിലുള്ള. കായ്ച്ചിട്ടില്ല, കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മുറ്റത്ത് മണ്ണൊക്കെ ഒന്ന് പരത്തിയില്ലേ ശസ്വാ? അതിൻ്റെ ഷീറ്റൊക്കെ വലിച്ചിട്ടിട്ട് തന്നെ. അതേപോലെ ചെടികൾക്കിടാൻ വേണ്ടിയിട്ട് മണ്ണ് ചെടികളിലിടാൻ വേണ്ടിയിട്ട് ഇറക്കിയതായിരുന്നു. ഈ പേരൊക്കെ പൊട്ടിക്കാനായിക്കണം കേട്ടോ ശസ്വ. വേണമെങ്കിൽ പൊട്ടിച്ചാളെ. അപ്പുറത്തെ പൊട്ടിച്ചോ. 2 ഒന്ന്. നല്ല കഴുകണം കേട്ടാ. ഓക്കെ. പൊട്ടിച്ചിട്ട് കിട്ടണില്ല. എൻ്റെ മരം കേടെടുത്തിച്ച്. അതേപോലെ തന്നെ ഇത് വീട്ടിലന്ന് മേടിച്ച് വെച്ച സ്ട്രോബെറി പേരായിരുന്നു. പക്ഷേ സ്ട്രോബെറി പേര മേടിക്കുന്നത് ശ്രദ്ധിക്കുക. മഞ്ഞ സ്ട്രോബെറി പേര മേടിക്കാൻ ശ്രമിക്കുക. ഇത് റെഡാണ്. ഇത് കായ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഞാൻ വലിയൊരു പ്ലാന്റ് 800 കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ കായ കൊണ്ടുവരുമ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കായൊന്നും പിടിച്ചില്ല. പിന്നെ അനാറ് കായ പിടിക്കാനുള്ള പ്രായമായിട്ടില്ല. പിന്നെ നാംടോഗ്മായിൻ്റെ ഒരു വലിയ പ്ലാന്റ് മേടിച്ചതായിരുന്നു. അത് 1.5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ മണ്ണിൽ വെച്ചിട്ട്. തൂമ്പൊന്നും വന്നിട്ടില്ല. പിന്നെ നിങ്ങളവിടെ ഇതിനെന്താ പറയാന്നറിയില്ല. നമ്മളിവിടെ മാതള നാരങ്ങ എന്നൊക്കെ പറയും. നിറയെ 3-4 മരങ്ങളുണ്ട് പറമ്പിൽ. അതേപോലെ ഔക്കാഡോ നമ്മളെ പ്രദേശത്ത് കായ്ക്കണ മോഡലാന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. നല്ല ഉഷാറായിട്ട് ഉഷാറായി വരുന്നുണ്ട്. മട്ടോവ, സോഫ്റ്റ് അല്ല, നോർമൽ സാധാ മട്ടോവാണ്. ഇതാണ് ഇങ്ങനെ ആകാശത്തേക്ക് പോവാണ് അല്ലേ? ഇതിൽ ചെറിയ ഉണ്ടായിക്കണടാ. കഴിക്കാൻ രസമില്ലെങ്കിലും കാണാൻ രസമാണ്. ഫ്ലവർ ചെയ്ത് എവിടേക്കാണ് കണ്ടിന്. ഞാൻ കുറേ കൊമ്പൊക്കെ മുറിച്ചിട്ടു. ഇവിടെയും കുറേ മുറിക്കാണ്ട് ഇതിൻ്റെ ഇടയിൽ. ശ്വസം ഇതിനൊന്നും വെയിലും സൂര്യപ്രകാശമൊന്നും കിട്ടണില്ല. അത് നമ്മളെ അതിനെന്താ പറയാ, പേര് കിട്ടണില്ല. കൊക്കപ്പഴം, കൊക്കോ. പിന്നെ ഇത് മാംഗോസ്റ്റിന് വെക്കണവർ കുറച്ച് തണലുള്ള ഏരിയയിലാണെങ്കിൽ നന്നായിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 1.5-2 വർഷത്തോളം, 1.5 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ളതാണ്. അത്യാവശ്യം നല്ല തട്ടുകളൊക്കെ വന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് നാവലുണ്ട്. ഒരു പുലാസാൻ്റെ, ഇത് നമ്മളിവിടെ ചക്കപ്പഴം എന്നറിയും. നിങ്ങളവിടെയൊക്കെ എന്താ പറയാന്നറിയില്ല. ഇതിൻ്റെ 3 മരങ്ങളുണ്ട് വലുത്. അപ്പുറത്ത് ബാക്കിൽ ഒരു മരം കൂടി ഉണ്ട്. ഇതും കഴിക്കണ മരം തന്നെയാണ്. തൊട്ട് ബാക്കിൽ എന്താണ്? ഇരുമ്പാമ്പുളി. ഞങ്ങളവിടെ ഓർക്കാമ്പുളി എന്ന് പറയും, ചിലയിടത്ത് ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയും. ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല തോന്നുന്നു, അല്ലെങ്കിൽ നിറയെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിറയെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞത്. എടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി ഫ്രീ ആയിട്ട് തരാം, കൊണ്ടുപോയിക്കോളെ. ചുമ്മാ പറമ്പൊന്നാകെ ഒരു കാടാക്കി എടുത്തിക്കുന്നു. ഫുള്ളായിട്ട് സ്പേസ് ഒന്നും കൊടുക്കാതെ ഫുള്ള് കഴിഞ്ഞ് വെച്ചിട്ട്. ഇത് ദുരിയൻ ഫ്രൂട്ടാണ്.
പിന്നെ പിന്നെന്താണ് ശസുവിനി കാണിക്കാനുള്ളത്? പുലാസാന് പുലാസാൻ്റെ കയ്യിലെ ഇത് പുലാസാന് കഴിഞ്ഞ വരവിൽ മേടിച്ചിരുന്നു. ഒരു 600 രൂപേൻ്റെ തയ്യായിരുന്നു. ഇപ്പോൾ ഉഷാറായിട്ട് വരണുണ്ട്. ചെമ്പരത്തി, പിന്നെ മുള്ളൻ ചക്ക എന്നറിയും നമ്മളവിടെ. അതുപോലെ കുടംപുളി കുറേ വീണെടുക്കുന്നുണ്ട്. താഴത്തെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കൊണ്ടുപോയിക്കൊണ്ട് തോന്നുന്നു. പിന്നെ ഇത് അബിയുവിൻ്റെ ഒരു പ്ലാന്റാണ്. കുടംപുളി ഇതിൽ മരത്തിൽ മേലെ കുറേ ഉണ്ട്. അല്ല മാറിപ്പോയി. ഇതാണ് ഞങ്ങളെ വീട്. ബാക്കിൽ നല്ല പ്ലാന്റുകളുണ്ട്. അത് നമുക്ക് പോയി നോക്കിയാലോ ഗേസ്? അതുപോലെ വീട്ടിലുള്ള ജാതിയാണ്. അവിടെ അതിൻ്റെ ഉള്ളിലുണ്ടൊരു ജാതി. അതാണ് നമ്മുടെ വീട്ടിന് ബാക്കിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ. ബുഷ് ഓറഞ്ചിൻ്റെ അതോ അതിൻ്റെ പേര് പറഞ്ഞ ആണ് ഉമർച്ചാമ്പ. ഇതൊരു വട്ടം കഴിച്ചിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല, കഴിക്കാൻ പറ്റിയിട്ടില്ല അതിന് മുന്നത്തെ. അതുപോലെ ബാക്കിലുള്ള ഒരു അബിയുവിൻ്റെ പ്ലാന്റ് ആയിരുന്നു. കഴിഞ്ഞ വരവിൽ മേടിച്ച് വെച്ചതാണ്. അത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല കൊമ്പുകളിലും ഫ്ലവറുണ്ട്. പിന്നെ ഇത് മുള്ളൻ ചക്ക എന്ന് പറയും ഞങ്ങളവിടെ. നിങ്ങളവിടെ എന്താണെന്ന് പേരുന്ന കമൻറ്റ് ചെയ്യും. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്, മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ മുളക്, തുമ്മാൻ്റെ മുളക്, പിന്നെ ഒരു റംബുട്ടാൻ്റെ കഴിഞ്ഞ വരയിൽ മേടിച്ച് വെച്ചൊരു പ്ലാന്റ്. പിന്നെ ഇത് വീട്ടിൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്.